നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരിൽ പട്ടാമ്പി മുതുതല കോഴിക്കോട്ടിരി സ്വദേശി പ്രവീണും കൂടെയുണ്ടായിരുന്ന കോഴിക്കോട്ടിരി സ്വദേശികളായ അച്ഛനും മകനും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തൃശൂരിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരിൽ പട്ടാമ്പി കോഴിക്കോട്ടിരി സ്വദേശി പ്രവീണും കോഴിക്കോട്ടിരി കൂടിക്കുന്ന് പറമ്പിൽ 45 വയസ്സുകാരനായ പ്രവീണാണ് മരിച്ചത്. പ്രവീണിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. പ്രവീണും സമീപവാസികളായ ചെറുതൊടി സുരേഷിന്റെ മകൻ സുജിത്തുമാണ് തൃശൂരിലെ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ പണിയെടുത്തിരുന്നത്. ഇതിൽ സുരേഷും സുജിത്തും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. അപകടമുണ്ടായ 1-ാം ഷെഡിലായിരുന്നു പ്രവീൺ പണിയെടുത്തിരുന്നത്. സുരേഷും മകൻ സുജിത്തും 3-ാമത്തെ വെടിക്കെട്ടുപുരയിലായിരുന്നു പണിയെടുത്തിരുന്നത്. തീ പടർന്നതോടെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവർക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല. അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും ഇയാൾ ഇനിയും മുക്തനായിട്ടില്ല. ഷെഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഒരു പൊട്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിലവരൊക്കെ ഞങ്ങൾ പാടത്തുകൂടെ ഓടി തിരിച്ചുപോയി. പിന്നെ ആ പൊട്ട് നേരെ വന്ന് ആ പറമ്പ് മുഴുവൻ കത്തി പൊട്ടിക്കൊണ്ടേ കത്തി അതാണുണ്ടായത്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഞാനതിന് വേണ്ട ഒരു വാണെന്ന് പറയുന്ന സാധനം നേരത്തെ പോകുന്ന കത്തിപ്പോകാനുള്ളൊരു സാധനം അതാണ് ഇത് ചെയ്യാറ്. എത്ര പേരാണ് കൂടെ? 3 പേരുണ്ടായിരുന്നു. അതിലൊരാൾ പിന്നാലെ പോന്നു. പെട്ടെന്നൊന്നും അവിടെ നിന്നു. അതിൽ തീ വന്നു. ഇവർക്ക് വേണ്ടത് എത്ര വർഷമായി ഈ ഫീൽഡിൽ? 10-25 കൊല്ലത്തേക്ക് ഇതിൻ്റെ ഇടയിൽ കുറേ കാലം പിന്നെ നിർത്തും. പിന്നെ എന്നൊരു അപകടങ്ങൾ മുന്നേ ഉണ്ടായിരുന്നു. 2-3 അപകടങ്ങൾ. ഇത് 3-ാമത്തെ ഒരു അപകടത്തിലാണ് ഇപ്പോൾ ഇത് ഉണ്ടായിരുന്നത്. രവി കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ പണിയെടുക്കാറുണ്ട്. പക്ഷെ ഇന്നലെ അവൻ അപ്പുറത്തെ പണിയെടുക്കായിരുന്നു. ഈ കത്തിപ്പിടിച്ച് ചുറ്റും കഴിഞ്ഞ 25 വർഷമായി സുരേഷ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മരിച്ച പ്രവീണും ഏറെക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നെന്മാറ ഉൾപ്പെടെയുള്ള പ്രസിദ്ധ പൂരങ്ങളിലെ വെടിക്കെട്ടിലെല്ലാം പ്രവീണിന്റെ സാന്നിധ്യവും ഉണ്ടാവാറുണ്ട്. അപകട വാർത്ത കോഴിക്കോട്ടെ ഗ്രാമത്തെയും ദുഃഖത്തിലാഴ്ത്തിരിക്കുകയാണ്. കുടുംബത്തെ ഒരു നോക്ക് കണ്ട് യാത്ര പറഞ്ഞിറങ്ങിയ ആ മടക്കം മരണത്തിലേക്കായിരുന്നു. തൃശൂരിലെ വെടിക്കെട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായ തൃത്താല സ്വദേശി വാസുദേവന് ഗ്രാമം കണ്ണീരോടെ വിട നൽകി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ടുപുരയിലെ വൻസ്ഫോടനത്തിൽ പൊരിഞ്ഞത് ഒരു നാടിന്റെ പ്രിയപ്പെട്ടവനും ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച തൃത്താല കുമരനെല്ലൂർ കൊടിക്കാംകുന്ന് സ്വദേശി മാടിപ്പുറത്ത് വാസുദേവന്റെ വിയോഗം നാടിന് തീരാ നോവായി മാറി. വെടിക്കെട്ട് സീസണായതിനാൽ വിശ്രമമില്ലാത്ത ജോലിയിലായിരുന്നു വാസുദേവൻ. തിരക്കുകൾക്കിടയിലും കുടുംബത്തെ ഒന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വീട്ടിലേക്ക് ഓടിയെത്തിയത്. ഭാര്യയോടും മക്കളോടുമൊപ്പം അല്പസമയം ചിലവഴിച്ച് സ്നേഹത്തോടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അതൊരു നിത്യയാത്രയാകുമെന്ന് ആരും കരുതിയില്ല. അപകടം നടന്ന അന്ന് രാവിലെയാണ് അദ്ദേഹം തൃശൂരിലെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചുപോയത്. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നുവെന്ന് മാത്രം. ജോലിയിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ വൈകുന്നേരത്തോടെ വെടിക്കെട്ട് അപകടത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ തേടി മരണമെത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് നടന്ന പൊതുദർശനവേളയിൽ വാസുദേവന്റെ ഭാര്യ സനിധയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ കണ്ടുനിന്നവരുടെയെല്ലാം ഉള്ളുലയ്ക്കുന്നതായിരുന്നു. എനിക്കും മക്കൾക്കും ഇനി ആരുണ്ട് എന്ന അവരുടെ വിലാപം കേട്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയ നൂറുകണക്കിന് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം കണ്ണുകൾ ഈറനണിഞ്ഞു. മക്കളായ അശ്വിൻ ദേവനും അനുശ്രീക്കും അച്ഛന്റെ സ്നേഹനിധിയായ സാന്നിധ്യം ഇനി ഒരു ഓർമ്മ മാത്രമാണ്. രാവിലെ 10:30 വീട്ടുമുറ്റത്തെ ശുശ്രൂഷകൾക്ക് ശേഷം 11 മണിയോടെ പൊന്നാനി ഈശ്വരമംഗലത്ത് മൃതദേഹം സംസ്കരിച്ചു. ഒടുവിൽ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളും പങ്കുവച്ച് ചിരിയുമായി വാസുദേവൻ ഇനി ഒരിക്കലും മടങ്ങിവരാത്ത യാത്രയിലേക്കാണ് നടന്നു മറഞ്ഞത്. ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെയും കണ്ണീരോടെയും അദ്ദേഹത്തിന് വിട നൽകി. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്തെ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടച്ചിട്ട വ്യാപാര സ്ഥാപനങ്ങളുടെ വാടക ഒഴിവാക്കി നൽകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ചുള്ള നിവേദനം നഗരസഭാ അധികൃതർക്ക് കൈമാറി. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി മൂലം ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലെ പല വ്യാപാര സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുറന്നു പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നഗരസഭയുടെ അധീനതയിലുള്ള കെട്ടിടത്തിലാണ് പലരും കച്ചവടം നടത്തുന്നത്. എന്നാൽ തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിലെ വാടക ഒഴിവാക്കി കൊടുക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റി നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകിയത്. ഇതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ്
ഗിരീഷ് പട്ടാമ്പി, സെക്രട്ടറി സന്തോഷ്, മറ്റു ഭാരവാഹികളും പറഞ്ഞത്. ബസ് സ്റ്റാൻഡ് പരിസരത്തിലുള്ള അവിടെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങിൽ കച്ചവടം ചെയ്യുന്നവരുടെ ഒരു പ്രയാസവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ വന്നത്. കാരണം ഏകദേശം ഒരാഴ്ചയായിട്ട് അവിടെയുള്ള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചാല് കീറുന്നതുമായി ബന്ധപ്പെട്ടുള്ള മണ്ണ് അതിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ടുള്ള ഭാഗത്ത് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കടകൾ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചില കടകൾ 4 ദിവസമായിട്ട് തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലാണ് തുറക്കാൻ പറ്റുകയെന്നും അറിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു തുക വാടക കൊടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ ആ ബിൽഡിങ്ങിലുള്ള ആൾക്കാർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ഇളവ് വരുത്തണം എന്നുള്ള ഒരു നിവേദനമാണ് നമ്മളിവിടെ സമർപ്പിച്ചത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് വെള്ളം കിട്ടാത്ത പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതടക്കവും അത് മാത്രമല്ല, ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു വിഷയം വ്യാപാരികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ആ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിലുള്ള മുനിസിപ്പൽ ബിൽഡിങ്ങിലുള്ള വ്യാപാരികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം വലിയ തുക വാടക കൊടുക്കുന്നവർക്ക് അത് വാടകയ്ക്ക് ഒരു ഇളവ്, തുറക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ മാത്രം ഒരു ഇളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശമാണ്, ഒരു നിവേദനമാണ് നമ്മളിവിടെ സമർപ്പിച്ചത്. തീർച്ചയായിട്ടും അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു മറുപടിയാണ് മുനിസിപ്പൽ ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്ന്, അതുപോലെ ഒരു സെക്രട്ടറിയും സൂചിപ്പിച്ചത്. കമ്മിറ്റിയിൽ വെച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കടുത്ത വേനലിലും ജലസമൃദ്ധമായി തൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണ. ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. മനം കുളിർക്കുന്ന കാഴ്ചയിലും അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് മാത്രം. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയിലുള്ള മപ്പാട്ടുകര ചെക്ക് ഡാം കൊടുംവേനലിലും സന്ദർശകരുടെ പർദീസയായി മാറുകയാണ്. ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് സന്ദർശകരായി എത്തുന്നത്. ഏലംകുളം, കുൽക്കല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ എളാട് മപ്പാട്ടുകര ചെക്ക് ഡാം നിലനിൽക്കുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് ജലസേചന പദ്ധതികൾക്കായി നിർമ്മിച്ച ചെക്ക് ഡാം വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നിറസമൃദ്ധിയിലാണ് ഈ ചെക്ക് ഡാം. ഇതുതന്നെയാണ് ഇവിടത്തെ കുളിരേകുന്ന കാഴ്ചയും. ഡാമിൽ കുളിക്കാനും ഉല്ലസിക്കാനുമായി നിരവധി പേരാണ് ദൂരദിക്കുകളിൽ നിന്നും ഇവിടെ എത്തുന്നത്. വേനൽ കനത്തതോടെ സഞ്ചാരികളുടെ അണമുറിയാത്ത ഒഴുക്കാണ് സായാഹ്നങ്ങളിൽ ഇവിടെ കാണാനാകുന്നത്. വേനലവധി ആയതോടെ കുടുംബമായി എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും ഇവിടെ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പരിസര പ്രദേശം മാത്രമല്ല, സോഷ്യൽ മീഡിയകളിലും മറ്റും കണ്ടും കേട്ടുമറിഞ്ഞ് ദൂരെ നിൽക്കുന്നുള്ളവരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡാമിന് പിറകിലായി തലയുയർത്തി നിൽക്കുന്ന നരിമടക്കുന്നും ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. തൂതപ്പുഴ, മപ്പാട്ടുകരയും നരിമടയുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രം നിലവിൽ സർക്കാരിന്റെ പദ്ധതിയിലുണ്ട്. എന്നാൽ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ലെന്ന് മാത്രം. കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ചകളാണ് ചെക്ക് ഡാമിൽ നിന്ന് നൽകുന്നതെങ്കിലും ഈ തണലിക്ക് പിറകിൽ അപകട സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സുരക്ഷിതമായ ഉല്ലാസം ഇവിടെ നടത്താനാവൂ. യാതൊരു മുൻകരുതലുകളോ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഇവിടെ ഇല്ല എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം. നിരവധി പേർ ഈ തടണിയിൽ മുങ്ങിമരിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സാധാരണ കുളിക്കാനിറങ്ങുന്ന ഭാഗത്തു നിന്നും 50 മീറ്ററോളം മാറിയാൽ എത്തിപ്പെടുന്നത് വളരെയധികം ആഴമുള്ള ഇടത്താണ്. ഇതറിയാതെ ഈ ഭാഗത്തേക്ക് നീന്തുന്നവരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൊതുവേ ഞായറാഴ്ചകളിൽ ഇവിടെ ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നൊക്കെ ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഓരോരുത്തർ വന്നവരിൽ നിന്നുള്ള മെസ്സേജുകൾ കിട്ടിയിട്ട് ആളുകൾ ദൂരദിക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രശ്നമല്ല, ആളുകൾക്ക് വരുന്നതും കാഴ്ചകൾ കാണുന്നതൊക്കെ വളരെ സൗകര്യപ്രദമാണ്, സുന്ദരമാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടക്ക് 10-ലധികം ചെറുപ്പക്കാർ ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട്. കുട്ടികൾ ഒരു ആവേശത്തിന് വരികയും അങ്ങനെ അവരുടെ സാഹസികത തെളിയിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നീന്താൻ കഴിയുമെന്ന് വിചാരിച്ച് കുട്ടികൾ നീന്തും, പിന്നെ അപ്പുറത്തുള്ള ഒരു പാറക്കല്ലിലേക്ക്, പക്ഷേ അവർക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ ക്ഷീണിച്ച് അവർ താഴ്ന്നു പോയാൽ ഒരു 10-15 അടി താഴ്ചയിലേക്ക് പോകുന്നൊരു രംഗമാണ്. അപ്പോൾ ഇത് വളരെ പ്രയാസം സൃഷ്ടിക്കേണ്ട നാട്ടുകാരായ ഞങ്ങൾക്ക്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഗൗരവമേറിയ ഒരു പരിഹാരം ഇവിടെ കാണണമെന്നുള്ളതാണ് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ആവശ്യം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അധികാരികളുടെ മുൻപിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ആദ്യമായിട്ട് ഇവിടെ വേണ്ടത് ഒരു സ്ഥിരം ഒരു വാച്ച്മാനെ ആവശ്യമാണ്. ഒരു ഗൈഡ് ഇവിടെ ഉണ്ടെങ്കിൽ കുറേ ആളുകൾക്കൊരു നിയന്ത്രണം ഉണ്ടാകും. ആളുകൾ വെള്ളത്തിൽ
ചാടുന്നതിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശിക്കാൻ കഴിയും. ചെക്ക് ഡാമിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും മറ്റൊരു വലിയ വിഷയമായി മാറിയിട്ടുണ്ട്. കുൽക്കല്ലൂർ നെല്ലായ കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ് കൂടി ഈ ചെക്ക് ഡാമാണ്. ഇവിടെയാണ് വലിയ തോതിലുള്ള മാലിന്യമൊഴുക്കലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ തടയാൻ ഇവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ആവശ്യവും നാട്ടുകാരിലുണ്ട്. വേനൽ ചൂടിൽ വെന്തുരുകി തൃത്താല. താപനില ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അയ്യോ, ചൂടിനെ പറ്റി പറയാതിരിക്കാൻ നല്ലത്. എന്ത് ചൂടാ, എപ്പോഴും ഇല്ലാതെ കഴിഞ്ഞ വർഷത്തിലുണ്ടായില്ലെന്ന് സംശയമുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ദിവസം ഇപ്പോൾ 4-5 ബോട്ടിൽ വെള്ളം കുടിക്കേണ്ട അവസ്ഥയാണ്. പകൽ മാത്രമല്ല, രാത്രിയിലും ചൂടും പുഴുക്കവും തുടരുകയാണ്. അതിരാവിലെ മാത്രമാണ് നേരിയ ആശ്വാസമുള്ളത്. എന്നാലും വീടിനകത്ത് ഫാനും എസിയും ഒന്നുമില്ലാതെ നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത സാഹചര്യമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. 40 ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. രാവിലെ 11 മണിക്കോ 3 മണിക്കോ ആണെങ്കിൽ പോലും പുറത്തിറങ്ങിയാൽ പൊള്ളുന്ന രീതിയിലാണ് ചൂട് അനുഭവപ്പെടുന്നത്. കൊടും ചൂടിൽ വെള്ളിയാങ്കൽ ഉൾപ്പെടെയുള്ള ഡാമുകളിലും ജലനിരപ്പ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ മാസമുണ്ടായിരുന്ന ജലനിരപ്പിനേക്കാൾ താഴെയാണ് ജില്ലയിലെ ഡാമുകളിൽ ഇപ്പോഴുള്ള ജലനിരപ്പ്. ചൂട് വർദ്ധിക്കുകയും പ്രദേശത്ത് അസഹനീയമായ താപനില അനുഭവപ്പെടുകയും ചെയ്യുന്നു. ചൂട് എന്ന് പറഞ്ഞാൽ എന്താ ചൂട് ചേട്ടാ? ഇതിപ്പോൾ ഷീറ്റായ കാരണം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ഇപ്പം കാലത്ത് 6 മണി നമ്മളെ മില്ല് തുറക്കണേ, കൊപ്പരാട്ടം പറ്റണില്ല. അയാതി ചൂട്, എന്ത് ചൂട് എന്നാ പറയണ്ടേ? ഇപ്പം ഈ കാലത്ത് മുതൽ 6 കുപ്പി വെള്ളം കുടിച്ച് അമ്മാതിരി ചൂട്. അതിരാവിലെയും വൈകിട്ടും മാത്രമാണ് ആളുകൾക്കിപ്പോൾ പുറത്തേക്കിറങ്ങാൻ കഴിയുന്നത്. കടുത്ത ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, വഴിയോര കച്ചവടക്കാർ എന്നിവർ ജോലി സമയം ഇതനുസരിച്ച് ക്രമീകരിക്കണം. എന്താ വെയില് സഹിക്കാൻ പറ്റില്ല കേട്ടോ. എങ്ങനെ പുറത്തിറങ്ങാൻ മനുഷ്യൻ? ഞാനപ്പോൾ കടയുടെ ഉള്ളിലിരിക്കാൻ പറ്റുന്നില്ലേ. ഉള്ളിലിരിക്കാൻ പറ്റാൻ ഞാൻ കടകൂട്ടി പോകാൻ തുടങ്ങുക. എന്താ ചെയ്യുക? ഭയങ്കര ചൂട്. ഇങ്ങനെ ചൂടായ എങ്ങനെ മനുഷ്യന് പുറത്തിറങ്ങാം? ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണമെന്നും മദ്യം, കാപ്പി, ചായ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൊഴിലിടങ്ങൾക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്കൂൾ അസംബ്ലികളും കുട്ടികളെ വെയിലേറ്റുന്ന തരത്തിലുള്ള പുറംപരിപാടികളും പൂർണ്ണമായും ഒഴിവാക്കണം. പരീക്ഷാ ഹാളുകളിൽ ശുദ്ധജലവും വായുസഞ്ചാരവും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്രാവശ്യത്തെ ചൂട് ഒന്നും പറയാനില്ല. കാരണം നമുക്ക് ഒരുപാട് കസ്റ്റമർ വരുന്നതാണ്. എല്ലാവരും നമ്മളെ ചൂടുകൊണ്ട് സഹിക്കാൻ വയ്യാതെ കൊച്ചു കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിറച്ചും ഫാനുകളുണ്ട്. ഫാനുകൾ കറങ്ങിയിട്ടൊന്നും ഈ ചൂടിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റാത്ത പോലെയാണ്. പറയുമ്പോൾ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ, മാധ്യമപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ 11 മുതൽ 3 വരെ കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ അടച്ചിട്ട വാഹനങ്ങളിൽ ഇരുത്തി പോകുന്നത് കർശനമായും വിലക്കിയിട്ടുണ്ട്. നല്ല ചൂടാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിനുള്ളിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ഓടായാലും സാധാരണ തണുപ്പൊക്കെ വരിക. ഇത് ഫാനിൻ്റെ കാറ്റാണെങ്കിലും ഭയങ്കര ചൂടാണ്. വെള്ളമൊന്നും കുടിച്ചാൽ മതിയാവില്ല. അങ്ങനെ മലപ്പുറത്തെ ഓട്ടോറിക്ഷ മോഷണ പരമ്പര. വാഹനങ്ങൾ തിരുവേഗപ്പുറയിലെയും മുതുതലയിലെയും പൊളിമാർക്കറ്റിൽ നിന്നും പിടികൂടി. കട ഉടമ മുതുതല സ്വദേശി നാസറും ഇരുമ്പിളിയം സ്വദേശി 17-കാരനും പോലീസ് പിടിയിൽ. മലപ്പുറം ജില്ലയിലെ ഓട്ടോറിക്ഷ മോഷണ പരമ്പര. മോഷണം പോയ ഓട്ടോറിക്ഷകൾ തിരുവേഗപ്പുറ നറുവട്ടത്തെയും മുതുതലയിലെയും പ്രവർത്തിക്കുന്ന പൊളിമാർക്കറ്റിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 17 വയസ്സുകാരനെ വളാഞ്ചേരി പോലീസ് പിടികൂടി. പഴുതടച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ വെളിപ്പെട്ടത് വാഹനമോഷണത്തിന്റെ പുതുതന്ത്രങ്ങൾ കൂടിയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. വളാഞ്ചേരി, കുറ്റിപ്പുറം, കൽപ്പകഞ്ചേരി, കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഓട്ടോറിക്ഷ മോഷണ പരമ്പര അരങ്ങേറിയത്. 4 ഓട്ടോറിക്ഷകളും ഒരു ബൈക്കുമാണ് മോഷണം പോയത്. ഇതേ തുടർന്നുള്ള പരാതി ലഭിച്ചതോടെയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രായപൂർത്തിയാകാത്ത പ്രതിയെ പോലീസ് സംഘം പിടികൂടിയത്. വലിയകുന്ന് ഇരുമ്പിളിയം സ്വദേശിയായ 17-കാരനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മുതുതല താളിക്കുന്നത്ത് നാസറിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവേഗപ്പുറ നടുവട്ടത്തെ പൊളിമാർക്കറ്റിലാണ് മോഷണ വസ്തുക്കൾ വിൽപ്പന നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി. മുതുതലയിലെ മറ്റൊരു സ്ക്രാപ്പ് ഗോഡൌണിൽ നിന്നും മോഷ്ടിച്ച വാഹനങ്ങളും പോലീസ് കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. മറ്റു പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മോഷണം പോയ വാഹനങ്ങളും ഇക്കൂട്ടത്തിലുണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. നിരവധി വാഹനങ്ങളുടെ പാർട്സുകളും ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തുടർച്ചയായ വാഹനമോഷണങ്ങൾ പോലീസിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരുന്നത്.
ഇതേ തുടർന്ന് CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അതിവേഗ നീക്കങ്ങൾ പോലീസിന്റെ അന്വേഷണ മികവിന് ഒരിക്കൽ കൂടി തെളിയിച്ചു. പുത്തനത്താണി, കുറ്റിപ്പുറം, വളാഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നും മോഷണം പോയ വാഹനങ്ങളുടെ സഞ്ചാരപഥം കൃത്യമായി നിരീക്ഷിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിപ്പെട്ടത്. പേ പാർക്കുകളിൽ നിന്ന് പോലും വാഹനം കവരുന്ന രീതിയാണ് പ്രതി ഉപയോഗിച്ചിരുന്നത്. പിടികൂടിയ പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടുവട്ടത്തെയും മുതുതലിലെയും സ്ക്രാപ്പ് കടകളിൽ പോലീസ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് നിർണായകമായ തെളിവുകൾ ലഭിച്ചത്. മോഷ്ടിച്ച ഓട്ടോറിക്ഷകൾ അന്നു തന്നെ പൊളിച്ചു മാറ്റുന്ന രീതിയായിരുന്നു ഇവിടെ. പൊളിച്ചതും അല്ലാത്തതുമായ നിരവധി വാഹനങ്ങൾ ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മോഷണം പോയ ഒരു ബൈക്കും കണ്ടെടുത്തു. 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കുമൊക്കെയാണ് പ്രതി ഓട്ടോറിക്ഷകൾ വിറ്റിരുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആളായതിനാൽ നിയമപരമായി എല്ലാ നടപടികളും പാലിച്ചാണ് അന്വേഷണം പൂർത്തിയാക്കി വരുന്നത്. മോഷണത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. സ്ക്രാപ്പ് കട കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകളെക്കുറിച്ചും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പോലീസിന്റെ കൃത്യമായുള്ള ഇടപെടൽ മൂലം വലിയൊരു മോഷണ പരമ്പരയാണ് തടയാനായത്. നടുവട്ടത്തെ പുളി മാർക്കറ്റിൽ കൂടുതൽ പരിശോധനയും പോലീസ് നടത്തി വരികയാണ്. ഇവിടങ്ങളിൽ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൈതൃക കലകളുടെയും ഭക്തിയുടെയും സംഗമവേദിയായ കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആവേശകരമായ സമാപനം. ഉത്സവത്തിന്റെ സമാപന ദിനങ്ങളിൽ അരങ്ങേറിയ തോരണയുദ്ധം, കൂടിയാട്ടം കലാലോകത്തിന് വേറിട്ട അനുഭവമായി. അപൂർവമായി മാത്രം അരങ്ങേറുന്ന കൂടിയാട്ടം എന്ന കലാരൂപത്തിന്റെ ഗാംഭീര്യം വിളിച്ചോതുന്ന പ്രകടനമാണ് ക്ഷേത്രമുറ്റത്ത് നടന്നത്. മുഴുക്കുളം നേപഥ്യ യദുകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തോരണയുദ്ധം കൂടിയാട്ടത്തിലെ കൈലാസോദ്ധരണം, പാർവതീ വിരഹം എന്നീ ഭാഗങ്ങൾ കാണികളെ വിസ്മയിപ്പിച്ചു. ഭാവസാന്ദ്രമായ അഭിനയവും ചിട്ടയായ ചുവടുകളും കൊണ്ട് അതിഗംഭീരമായ ഒരു ദൃശ്യവിരുന്നാണ് കലാകാരന്മാർ സമർപ്പിച്ചത്. ക്ഷേത്രതന്ത്രി അനിപ്രകാശ് നമ്പൂതിരിപ്പാട്, വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി എന്നിവർ ഉത്സവ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് യജ്ഞാചാര്യ തുളസി ബാലകൃഷ്ണൻ നേതൃത്വം നൽകി. വിശേഷാൽ പൂജകൾക്ക് പുറമെ ക്ഷേത്രം വാദികലാ സംഘത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചാരിമേളം, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, തിരുവാതിരക്കളി, ഭരതനാട്യം, കേരള നടനം തുടങ്ങി വിവിധ കലാപരിപാടികളും ഉത്സവത്തിന് മാറ്റുകൂട്ടി. സമാപന സമ്മേളനത്തിൽ കഥകളി ആചാര്യൻ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി മുഖ്യാതിഥിയായി. എഴുത്തുകാരൻ VK അച്യുതൻ, M രാമസുന്ദരം, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, CM വേണുഗോപാൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നാടിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ചടങ്ങുകളോടെയും കലാരൂപങ്ങളോടെയുമാണ് ഇത്തവണ ചിറക്കൽ തിരുവുത്സവം ഭക്തജന മനസ്സുകളിൽ ഇടം പിടിച്ചത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.